ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് കേട്ടോ. കന്യാകുമാരി വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ. ഓക്കെ, ഞങ്ങളുടെ കന്യാകുമാരിയിലെത്തിയിട്ട് ആദ്യം പോയത് എവിടെയെന്ന് വെച്ചാൽ വിവേകാനന്ദ പാറയിലേക്കാണ്. കാരണം അവിടെ വലിയ ക്യൂ ആയിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്. അവിടെ രണ്ട് ടൈപ്പുള്ള റേറ്റ് അവിടെ എഴുതി വെച്ചിട്ട് 100-ൻ്റെതും ഉണ്ട്, 300-ൻ്റെ ഉണ്ട്. 300-ൻ്റെ സ്പെഷ്യലാണ്. ഞങ്ങൾ 300-ൻ്റെ ടിക്കറ്റാണ് എടുത്തത്. അത് പുറത്തു കൂടെയാണ് ഈ ക്യൂ 300-ൻ്റെത്. 100-ൻ്റെ വന്നിട്ട് ഈ അകത്തു കൂടെയാണ്, ആ ബിൽഡിങ്ങിനകത്തു കൂടെയാണ് ആ ക്യൂ ഉള്ളത്. ഞങ്ങൾ ആ ക്യൂ എടുത്തുകൊണ്ട് നേരെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ ക്യൂവിൽ നിന്നുകൊണ്ടുള്ളൊരു വ്യൂ തന്നെ നല്ല രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ആ വിവേകാനന്ദ പാറയും ആ കടലിൻ്റെയൊക്കെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് അവിടുത്തെ ഒരു കാഴ്ച. നമുക്കിനി ബോട്ടിൽ കയറിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാം. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ആ വിൻഡോ സീറ്റാണ് കിട്ടിയത് ബോട്ടിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ ആ കടലിലേക്ക് കാണുന്നൊരു വ്യൂ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഞങ്ങളങ്ങനെ വിവേകാനന്ദ പാറയുടെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് വേറൊരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുക കുറച്ച് നേരത്തേക്ക്. കാരണം ആ ഒരു ബോട്ട് അവിടെ നിന്ന് പോയതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ബോട്ട് ആ കടവിലേക്ക് അടുപ്പിക്കുകയുള്ളൂ. അങ്ങനെ ആ ബോട്ട് പോയ ശേഷം ഞങ്ങളുടെ ബോട്ടും മുന്നിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ബോട്ട് ഏകദേശം വിവേകാനന്ദ പാറയോട് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിവേകാനന്ദ പാറയിൽ കയറിയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാം ബോട്ടിൽ വന്നിറങ്ങി കേട്ടോ. വിവേകാനന്ദ റോഡിൽ വന്നിറങ്ങി ഞങ്ങൾ അതിൽ കൂടെ മുകളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി കൊടുത്തിട്ട് വേണം കേട്ടോ മുകളിലേക്ക് കയറാനുള്ളത്. ചെരുപ്പൊക്കെ ഊരി താഴെ കൊടുത്തിട്ട് വേണം മുകളിലേക്കുള്ള കയറാനുള്ളത്. നമുക്ക് നോക്കാം മുകളിൽ കയറിയിട്ട്. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. എങ്ങനെയുണ്ട് വിവേകാനന്ദ പാറയോ ആ പരിസരമെല്ലാം എങ്ങനെയുണ്ട് കാണാനൊക്കെ ആയിട്ട്? കണ്ട ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. കണ്ട ഒരുപാട് ബോട്ടിൽ വീണ്ടും ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ട് കയറുന്നുണ്ട്, കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ നല്ലൊരു ആമ്പൽക്കുളം സെറ്റാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നടന്ന് മുകളിൽ മണ്ഡപത്തിലേക്ക് പോയാണ് കേട്ടോ. വിവേകാനന്ദ മണ്ഡപം അങ്ങോട്ട് നമ്മൾ കയറിയാണ്. മുകളിലത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മുകളിലത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ അലൗഡ് അല്ലാത്ത സാഹചര്യം എടുക്കുന്നത് ശരിയല്ല. ഈ മണ്ഡപത്തിലേക്ക് കയറുന്ന 2 ആനയുടെ പ്രതിമ 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് പടിക്കെട്ടുകളുണ്ട് കേട്ടോ. അത് കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത്. ഞങ്ങൾ വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി ആണ് അകത്തോട്ട്, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ പുറത്ത് നല്ല ആ കടലിലേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ.
ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ ഈ കന്യാകുമാരിയും വിവേകാനന്ദ പാറയും ആ പരിസരവും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അടിപൊളി കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്, വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. താഴെ കടലും ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു ചെറിയ പേടി തോന്നുന്നുണ്ട്, ഗ്ലാസ് പൊട്ടുവന്ന്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ തിരുവള്ളുവർ സ്റ്റാച്യൂവിൻ്റെ മുകളിലേക്ക് പോകാൻ പോകണം കേട്ടോ. ഇതൊരു എൻട്രൻസ് ഉണ്ട്, അതുവഴിയാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത്. അവിടെ നമുക്ക് മുകളിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൂടെ നമുക്കൊന്ന് കാണാം. ഇതാ തിരുവള്ളുവർ സ്റ്റാച്യൂവിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ, ഗ്ലാസ് പാലത്തിലേക്കുള്ള വ്യൂ ആണ്. അവിടെ നിന്ന് വിവേകാനന്ദ പാറയും പരിസരമൊക്കെ എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ കാണാനായിട്ട്. ഇനി നമ്മൾ ആ കാണുന്നതിന് തിരുവള്ളുവരുടെ ആ പ്രതിമ, ഇത് താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. മുകളിലേക്ക് കാണുന്നൊരു വ്യൂ ആണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 41 മീറ്ററാണ് ഉയരം, അതായത് 135 അടി. തമിഴ് ഇതിഹാസമായ തിരുക്കുറൾ രചിച്ച തമിഴ് കവിയാണ് കേട്ടോ ഇദ്ദേഹം. തിരുവള്ളുവർ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു തമിഴ് ഗ്രന്ഥം കൂടെയാണ് തിരുക്കുറൾ. കണ്ടോ, അതിൻ്റെ ആ കാലുകളൊക്കെ തന്നെ കണ്ടോ, അല്ല ഒറിജിനലാണ് ചെയ്തിരിക്കുന്നത്, ആ നഖമൊക്കെ കാണാനായിട്ട്. ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മുടെ വിവേകാനന്ദ പാറയുടെ. അടിപൊളിയാണ് കേട്ടോ ആ തിരുവള്ളുവർ സ്റ്റാച്യൂവിൻ്റെ താഴെ നിന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറയുന്നത്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന ത്രിവേണി സംഗമം എന്ന ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ തിരുവള്ളുവർ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് ഗണപതി സ്ഥാപതി എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത് 2000 ജനുവരി 1 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയാണ് ഈ പ്രതിമയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെ ഈ ഗ്ലാസ് പാലം നമുക്കിപ്പോഴാണ് തുറന്നു തന്നിട്ടുള്ളത്, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഗ്ലാസ് പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കറുത്ത ടൈലിട്ട സ്ഥലമുണ്ട്, അവിടെ നമുക്ക് നല്ല ചൂടാണ്, കാല് കൊള്ളുന്ന ചൂടാണ്. ആണെങ്കിലും ഈ വെള്ള ടൈലുള്ള സ്ഥലത്തൂടെ നടന്നാലും നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ല. അതിനാണ് ഈ 2 സൈഡിലും വെള്ള ടൈലിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഗ്ലാസ് പാലത്തിലൂടെ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. ശരിക്കും ഈ ഗ്ലാസ് പാലത്തിന് മുകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്, താഴെ കടലും പാറക്കൂട്ടങ്ങളും എല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ. ഇത് നമ്മൾ ആ ഗ്ലാസ് പാലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം പുറത്ത് ഒരു മണ്ഡപമുണ്ട്, അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. അത് എത്ര പ്രാവശ്യം സൂപ്പർ എന്ന് പറഞ്ഞാലും മതിയാവാത്തൊരു സ്ഥലം തന്നെയാണ് ഈ കന്യാകുമാരിയും വിവേകാനന്ദ പാറയും ആ പരിസരവും എല്ലാം. ഞങ്ങൾ ഈ വിവേകാനന്ദ പാറയിൽ എത്തിയ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഞങ്ങളവിടെ എത്തിയത്. എത്തുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പിന്നെ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു. ഇനി ഞങ്ങൾ തിരിച്ച് കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ്. വിവേകാനന്ദ പാറയിൽ നിന്ന് നേരെ ക്ഷേത്രത്തിലേക്ക്. അതിനുശേഷം അവിടെ നിന്ന് കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇതെല്ലാം.
കേട്ടോ ബോട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ആൾക്കാരുടെ ഒരു ക്യൂ ആണ് കാണുന്നത്. നല്ല തിരക്കാണ് ഇവിടെ. കാരണം ഇങ്ങോട്ട് വന്നതിനേക്കാളും കൂടുതൽ തിരിച്ചു പോകാനായിട്ടുള്ള വലിയൊരു തിരക്കാണ്. ഇതിന് എപ്പോൾ ഈ ക്യൂവിലൂടെ കയറി ബോട്ടിൽ കൂടെ കയറി അവിടെ എത്തും എന്നറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. ആ ബോട്ടിലെല്ലാം കയറി നമ്മൾ വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് എത്തി കേട്ടോ. ഇനി ബാക്കിയെല്ലാം കാണാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന്, വേറെ കാഴ്ചകൾ. പിന്നെ നമ്മളീ വരുമ്പോൾ കാണുന്നൊരു പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാൽ ചിപ്പിയിലുള്ള ഇതൊക്കെ ഡോറിലും വിൻഡോയിലൊക്കെ തൂക്കിയിടുന്ന സാധനങ്ങളാണ് കേട്ടോ. ചിപ്പിയിൽ കൊണ്ടുണ്ടാക്കിയത്. അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഭാഗത്ത് കാണാം. കന്യാകുമാരിയിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ശംഖ് അതുകൊണ്ട് ഇവിടെ ഒരുപാട് കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുന്ന ഷോപ്പുകളുണ്ട്. കുരുമുളക്, ഗ്രാമ്പു, ഏലം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വയ്ക്കുന്ന ഷോപ്പുകൾ ഇതിൻ്റെ പോലുണ്ട്. പിന്നെ സ്വീറ്റ് ഐറ്റംസ്, മസാല ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിതാ കോവിലിലേക്ക് പോകട്ടോ. ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് ദിവസവും ഒരുപാട് ഷോപ്പുകളുണ്ട്. കൂടുതലും ടോയ്സാണ് ആ ക്ഷേത്രത്തെ പരിസരത്ത് ഇരിക്കുന്നത്. പിന്നെ തുണികളുണ്ട്, പിന്നെ ചിപ്പിയിലുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ വിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ പുറകുവശത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്യൂ കോംപ്ലക്സ് ഒക്കെ നമുക്ക് ക്യൂവിനുള്ള ഇതൊക്കെ കാണുന്നുണ്ട്. ക്യൂ ആയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതൊക്കെ അവിടെ കാണുന്നുണ്ട്. ഞങ്ങളങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളത് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി. അയ്യോ, നട അടച്ചിരിക്കുകയാണ്. ഇനി 4 മണിക്കേ ഉള്ളൂ. 4 മണിക്ക് ശേഷമേ നട തുറക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകുന്നേരം വന്ന് ക്ഷേത്ര ദർശനം നടത്തും. ഇനി നമുക്ക് നേരെ നടന്ന ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് പോകാം. അവിടെ നിന്ന് വിവേകാനന്ദ പാറയും അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെയുള്ളത് കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ. വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ആ ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം ഉള്ള നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാനുള്ള മറ്റൊരു കാഴ്ചയാണ് ഈ കൈനോക്കക്കാരുണ്ട്. തത്വശാസ്ത്രം, അങ്ങനെ കുറേ ആൾക്കാരുടെ ഇരിപ്പുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണിത്. ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ ഈ തുണിത്തരങ്ങൾ, ബാഗ് അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ കടൽ തീരത്തായിട്ട്. പിന്നെ ഇനിയുള്ളത് ഒരു ഗാന്ധി മന്ദിരമുണ്ട്, ഗാന്ധി മണ്ഡപം. അത് നമുക്ക് കാണാം. അങ്ങോട്ട് പോയി അതും കൂടെ കാണാം.
പിന്നെ ഇത് ഒരു ദിവസം കൊണ്ട് വീഡിയോ 3 എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും വേണമെങ്കിൽ. കാരണം ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അതിൻ്റെ കുട്ടിയെ കളിക്കാനുള്ള കാറ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. ബാറ്ററിയിൽ ഓടുന്ന കാറെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് 100 രൂപയാണ് ആ ഡ്രസ്സിനൊക്കെ അവരിട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത്, ഏതെടുത്താലും. ഇതാണ് ഗാന്ധി മന്ദിരം. ഇതാണ് ഗാന്ധി മന്ദിരം, ഗാന്ധി മെമ്മോറിയൽ. ഈ കന്യാകുമാരിയിലേക്ക് വരുന്ന വഴി തന്നെ ഒരു ആർച്ച്, വലിയൊരു ആർച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പണിയാണ് നമുക്ക് ഈ കാണുന്നത്. പാർക്കിംഗ് എല്ലാം കറങ്ങി തിരിഞ്ഞ് വേണം നമ്മൾ ഈ പാർക്കിംഗ് സ്ഥലത്തേക്ക് വരാനായിട്ട്. ഈവനിങ് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇത് ക്ഷേത്രനടയിൽ കണ്ടൊരു കാഴ്ചയാണ്. പൈനാപ്പിളും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇത് ഒരു പാത്രത്തിലുള്ളതിന് 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ രാവിലെ കണ്ട അത്ര തിരക്കൊന്നും വൈകുന്നേരം ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. വീണ്ടും ഷോപ്പുകളുടെ നടുവിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. നേരത്തെ ഇതെല്ലാം ഉച്ചയ്ക്ക് ഞങ്ങൾ ഇതുവഴി പോയതാണ്. വീണ്ടും ഞങ്ങൾ തൊഴാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറകുവശത്തേക്ക് വീണ്ടും പോവുകയാണ് കേട്ടോ. ആ കാഴ്ചകളെല്ലാം ഒന്നുകൂടെ കാണാനായിട്ട്. വൈകുന്നേരം ഞങ്ങൾ ഉച്ചയ്ക്ക് കണ്ട കാഴ്ചകളൊന്നുമല്ല. ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, സ്ട്രീറ്റ് ഫുഡൊക്കെ ചെയ്യുന്നത്. അവർ കോണ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. നല്ലൊരു തിരക്കുമുണ്ട് ആ ഭാഗത്ത്. ഉണ്ടോ, പാനിപൂരി അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്.
എൻ്റെ ഈ കന്യാകുമാരി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.